RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മറ്റന്നാൾ ബംഗളൂരുവിൽ തുടക്കമാകും. സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലെ പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്യും. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട പ്രമേയം പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കുമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ അറിയിച്ചു. आने वाले परसों यानी 21, 22 और 23 मार्च 21, 22, 23 मार्च इन दिनों में अखिल भारतीय प्रतिनिधि सभा की बैठक इसी परिसर में होगी। बैठक में देश भर से चयनित प्रतिनिधि उपस्थित होंगे और उसके साथ संघ के विभिन्न स्तर के जो पदाधिकारी है, कार्यकर्ता है, वो भी उपस्थित रहेंगे। 21 मार्च को सुबह 9 बजे बैठक का शुभारंभ होगा और 23 शाम तक बैठक चलेगी। बैठक में ये बैठक प्रतिवर्ष होती है और संघ की दृष्टि से जो इसका स्थान है, निर्णय की दृष्टि से सबसे वरिष्ठ स्थान है, सबसे महत्वपूर्ण बैठक है संघ की रचना में। വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു യോഗമാണ് 21 മുതൽ 23 വരെ ബംഗളൂരുവിൽ ചേരുന്നത്. ഇത് സംബന്ധിച്ച് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളെ അറിയിച്ചത്? നീലിമ, RSSന്റെ ഒരു വർഷത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ബൈഠക്കുകളിൽ ഒന്ന് ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയാണ്. അത് സാധാരണയായി മാർച്ച് മാസത്തിൽ എല്ലാ വർഷവും നടക്കും. അതുകൂടാതെ പിന്നീട് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്കാണ്. അതിലേറ്റവും പരമപ്രധാനമായ യോഗമാണ് മറ്റന്നാൾ മാർച്ച് മാസം 21 മുതൽ 23 വരെ കർണാടകയിലെ ബംഗളൂരുവിൽ ചേരാൻ പോകുന്നത്. ഈ യോഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത് നമുക്കറിയാം, RSSന്റെ ശതാബ്ദി വർഷം കടന്നു വരികയാണ്. വരുന്ന വിജയദശമിയിൽ RSSന്റെ പ്രവർത്തനം 100 വർഷം തികയുകയാണ്. 1925 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി അത് വളരുകയും ചെയ്യുന്നു. അതിപ്പോൾ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുന്നു. അതിനാൽ തന്നെ ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപരിപാടി എന്നത് തീർച്ചയായും ഒരു വർഷക്കാലത്തെ സംഘത്തിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് ശതാബ്ദി വർഷത്തിൽ ഈ വരുന്ന വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള ശതാബ്ദി വർഷത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തന്നെയാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ വളരെ പ്രധാനമായും ചർച്ച ചെയ്യുക. 2 പ്രമേയങ്ങൾ ഈ 3 ദിവസത്തെ യോഗത്തിനിടയിൽ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രമേയം സംഘത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാകും. 1925 ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ആരംഭിച്ച് പിന്നീട് ഈ 100 വർഷം തികയ്ക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് RSS ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർന്നത്, ഭാരതത്തിലെ ജനമനസ്സുകളിൽ എങ്ങനെ ഈ സംഘടന ഇടം നേടി എന്നൊക്കെ വിശദീകരിക്കുന്ന സംഘത്തിൻ്റെ വളരെ ഐതിഹാസികമായ ചരിത്രം വിവരിക്കുന്ന ഒരു പ്രമേയമുണ്ടാകും. ഇത് കൂടാതെ ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ഹിന്ദു വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടാകും മറ്റൊരു പ്രമേയം. അങ്ങനെ 3 ദിവസത്തെ യോഗത്തിൽ 2 പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുക എന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് അറിയിച്ചിട്ടുണ്ട്. 1500 പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. അഖില ഭാരതീയ അധികാരികൾ, അതായത് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, അതുപോലെ തന്നെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ തുടങ്ങിയ സംഘത്തിൻ്റെ അഖില ഭാരതീയ ടോളി അംഗങ്ങൾ, അതുകൂടാതെ ക്ഷേത്രീയ അധികാരികളും പ്രാന്തീയ അധികാരികളും ഒപ്പം വിഭാഗിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ 1500 പ്രതിനിധികൾ ഈ 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം സംഘത്തിന്റെ അധികാരികളെ കൂടാതെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ സംഘടനാ സെക്രട്ടറിമാരും ഈ പ്രതിനിധി സഭയുടെ ഭാഗമാകും. നീലിമ, RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മറ്റന്നാൾ ബംഗളൂരുവിൽ തുടക്കമാവുകയാണ്. വിശദാംശങ്ങളാണ് ഗൗതം അനന്തനാരായണൻ പങ്കുവച്ചത്.